ഗൈസ്, നമ്മളെന്ന് പറയാൻ പോകുന്നത് RMS ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ മുങ്ങലിനെ പറ്റിയാണ്. ഇതാ 1912 ഈ കപ്പൽ നിർമ്മാണം കഴിഞ്ഞ് ഇറക്കിയത്. പിന്നെ 1900 ഏപ്രിൽ 12 ഇതാ പുറത്ത് പോയി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ RMS കാർപാത്തിയ എന്ന് പറയുന്ന ഒരു കപ്പലിൽ നിന്ന് ഒരു സന്ദേശം കിട്ടി. മുന്നിലൊരു ഐസ്ബർഗ് ഉണ്ട്, നോക്കിക്കോന്ന്. ഇത് രാത്രി ഇട്ട സംഭവം. അതിൽ ഈ ക്യാപ്റ്റന് ഭയങ്കര തിരക്കാരനാണ്. ക്യാപ്റ്റന് അതൊന്നും വിശ്വസിക്കാതെ ആ റേഡിയോ അത് കട്ടാക്കി. പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ സത്യാവസ്ഥ പറയണത്. എന്തോ ഒരു വെള്ള സാധനം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഡെക്കിലുള്ള ആൾക്കാർക്ക് എന്താ അറിയില്ല ഇത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴും മനസ്സിലാവണേ RMS കാർപാത്തിയെന്ന് കിട്ടിയ ഐസ്ബർഗാണ്. വേഗം വണ്ടി പോയി റേഡിയോയിൽ ഫോൺ വിളിച്ച് പറഞ്ഞു, മുന്നിൽ ഒരു ഐസ്ബർഗ് ഉണ്ട്, ക്യാപ്റ്റനോട് വണ്ടി ഇങ്ങോട്ട് ലെഫ്റ്റിക്ക് തിരിച്ചാന്ന് പറഞ്ഞു. അതിൽ വണ്ടി പോയി ഈ ക്യാപ്റ്റൻ എന്താ പറയുക കാട്ടണത്, മെല്ലെ സ്റ്റിയറിങ് വെച്ചാ. പിന്നെ അങ്ങനെ പോയി അതിൽ ഈ കപ്പലിൻ്റെ സൈഡ് ഇവിടെ തട്ടി. അതിൽ കപ്പലിന് വെള്ളം കയറൽ തുടങ്ങി. പിന്നെ ലൈഫ് ബോട്ടുകൾ ഇറക്കാൻ തുടങ്ങി. ലൈഫ് ബോട്ടിൽ പെണ്ണുങ്ങൾ മാത്രം ഇനി ഫാസ്റ്റ് പോവുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ പിന്നെ ഒന്നും കൂടി മുങ്ങി. ഡെക്ക് ഒന്ന് മുങ്ങി. അതിൽ മേലെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കപ്പലിന് 6 അറയിൽ വള്ളം കയറിയ ഈ കപ്പലിന് താങ്ങാൻ കഴിയില്ല, ഒടിയും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയിട്ട് ലൈഫ് ബോട്ടിട്ട് ഇറക്കി. എല്ലാ ആൾക്കാരും ഇറങ്ങി, പക്ഷേ ചില ആൾക്കാർ മാത്രം ഇറങ്ങിയില്ല, ആണുങ്ങൾ. അതിൽ ഈ കപ്പലിൻ്റെ നടും ഒടിഞ്ഞു. അങ്ങനെ ആ കപ്പലിൻ്റെ ഭാഗം കടൽക്കടി ഇതായി. പിന്നെ കപ്പലിൻ്റെ മുന്നേ അതും പോയി. പിന്നെ കുറച്ച് നേരം കപ്പലിൻ്റെ ബാക്ക് ഭാഗം അവിടെ നിന്നു. പിന്നെ മുങ്ങി താന്നു പോയി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.